ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമുക്ക് ഇന്നിങ്ങനെ ഈസി വേയിൽ പാസ്ത പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ആദ്യം അതിനാവശ്യമായ പാസ്ത നമുക്ക് എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഒരു ഡൈനിങ് പ്ലേറ്റിൽ സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുള്ള പാസ്തയുടെ മെഷർമെൻറ്റാണ്. നിങ്ങൾ എത്രയാണോ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് മെഷർമെൻറ്റ് ചേഞ്ച് ആക്കാവുന്നതാണ്. ഇനി ഈ പാസ്ത നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. ശേഷം അതിന് ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1 കപ്പ് പാസ്തയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ 2 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. നിങ്ങൾ എത്ര കപ്പ് പാസ്തയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലാണ്. നിങ്ങളുടെ പക്കൽ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതും യൂസ് ആക്കാവുന്നതാണ്. ഇതിൽ യെല്ലോ കളർ കിട്ടാനായി നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ആക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിനായുള്ള ഗ്രേവി മിക്സ് തയ്യാറാക്കാം. അതിനായി ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, തക്കാളി, 4 അല്ലി വെളുത്തുള്ളി. ഇനി ഇവ ഓരോന്നെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. സവാള, തക്കാളി, പച്ചമുളക് നീളത്തിൽ സ്ലൈസ് ചെയ്തായിരുന്നു. ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുക ചെയ്തത്. ഇനി നമുക്ക് ഗ്രേവി സെറ്റാക്കാം. ഗ്രേവി സെറ്റാക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ എടുക്കുക. ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ചേഞ്ച് ആക്കാവുന്നതാണ്. ഇപ്പോൾ ഓയിൽ ചൂടായി. ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം. സവാള ഒരു ലൈറ്റ് പിങ്കിൽ നിന്ന് ഗോൾഡൻ ഷെയ്ഡ് ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അത് നന്നായി വാടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് ഇത് നമുക്കിനി കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. നമ്മൾ തക്കാളി ഒരു ഹാഫ് കുക്ക് ആക്കിയാൽ മതി, ഓവർ കുക്ക് ആക്കണ്ട. അപ്പോൾ ഏകദേശം ഒരു 5 to 6 സെക്കൻഡ് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് സോട്ടായി കിട്ടുന്നു. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ ഉണ്ടെങ്കിൽ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്തയിൽ കുറച്ച് വെള്ളം, നമ്മൾ കുക്ക് ചെയ്ത ബോയിൽ ചെയ്ത വെള്ളമുണ്ട്, അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഫ്ലെയിമിലിട്ട് വറ്റിച്ച് കൊടുക്കുക. അതൊന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാസ്ത ഇപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിളായി ഈസി ആയാണ് ഞാൻ കുക്ക് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്കിത് ഇനി ഒരു ഡൈനിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതാ നമ്മുടെ പാസ്ത ഇവിടെ സെർവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.